വെൽക്കം ടു തമിക വീഡിയോ ഡെയിലി ഡെലിഷ്യസ് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മളൊരു പാർക്കിൽ വന്നതാണ്. അപ്പൊ നമ്മുടെ എവിടെയുള്ള പാർക്കാണ്? കൊടുവള്ളി ഹിൽ പാർക്ക്. അപ്പൊ എന്റെ സ്കൂളിൽ ട്രിപ്പ് വന്നപ്പോ ഈ സ്ഥലത്ത്, അപ്പൊ ഞാൻ അതിന് എൻജോയ്മെന്റ് നമുക്ക് റൈഡുകളൊന്ന് കണ്ടിട്ട് ബൈ ഗൈസ്. നമ്മൾ ഇതെന്താ പറഞ്ഞെടുക്ക് ഗൈസ്, ഇതാണ് ഫസ്റ്റ് നമ്മുടെ ഇവര് അതിൽ പിടിക്കാനൊന്നും സമ്മതിക്കില്ല. ഇതവര് വാങ്ങിച്ച സാധനമാണ്. ഇതില് മീനുകൾ അതിൽ ധാരാളം. അപ്പൊ ഗൈസ്, ഞങ്ങൾ 9 ആൾക്കാരാണ് ഈ പാർക്കിലേക്ക് വന്നിട്ടുള്ളത്. എൻട്രൻസ് തന്നെ ഒരാൾക്ക് 50 രൂപ വെച്ചിട്ട് പാസ് എടുക്കണം, എന്നാലേ അവർ ഉള്ളോട്ട് കടത്തി വിട്ടുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ താഴോട്ട് ഇറങ്ങി. കുറച്ച് താഴോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല സെറ്റ്, കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. ഇവിടെ ചെറിയ മക്കളെയും കൂട്ടി വരണം, സംഭവം സെറ്റാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ടൈം പോകുന്നത് അറിയേയില്ല. ഞങ്ങൾ 2-3 വട്ടം ഇപ്പോൾ ഇവിടെ വരുന്നു. ഇടയ്ക്ക് മക്കളെയും കൂട്ടി ഇവിടെ വരണം, നല്ല രസമാണ്. കാരണം മുമ്പക്കും കളിക്കാം, ഓർക്കും കളിക്കാം. നല്ല രസമുള്ള പരിപാടി കേട്ടത്. ഇത് നമ്മളെ എൻട്രൻസിന്ന് താഴോട്ടുള്ള വ്യൂ ആണ് കേട്ടോ ഞാൻ ഈ കാണിച്ചു തന്നത്. പിന്നെ കഴിഞ്ഞ തവണ ഞങ്ങൾ വന്നപ്പോ ഇവിടെ പൂളിന്റെ എന്താ പറയാ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞങ്ങൾ കുട്ടികൾക്കുള്ള സെറ്റപ്പ് ഒന്നും അത്ര ആയിട്ടില്ലായിരുന്നു. പക്ഷെ അപ്പൊ ഞങ്ങൾ ഡ്രസ്സൊന്നും എടുക്കാതെയായിരുന്നു വന്നത്. പക്ഷെ ഇത്തവണ വന്നപ്പോഴാണ് പൂളിന്റെ ഒക്കെ വൻ സെറ്റപ്പ് ഗൈസ് ഞങ്ങൾ കണ്ട്. എന്താ പറയാ, ഞാനൊക്കെ എത്രയോ നേരമായി വെള്ളത്തിൽ കളിച്ചോണ്ടിരിക്കുന്നത്. ഇതിന് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. വീഡിയോ അധികം എടുക്കാൻ കഴിയില്ല, കാരണം വെള്ളം കണ്ടു കഴിഞ്ഞാൽ കൺട്രോള് പോകുന്നു പറഞ്ഞാൽ. പിന്നെ വീഡിയോ ഒന്നും എടുക്കാനുള്ള ഓർമ്മയില്ല, വെള്ളത്തിൽ കിടന്ന് കളിയോട് കഴിയും. ഈ ലൊക്കാലിറ്റി ഉള്ള എല്ലാവരും എന്തായാലും ഇവിടെ വരാതിരിക്കൂല. എന്നാലും വരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും വെക്കേഷൻ തീരുന്നതിന് മുന്നേ കുട്ടികളെയും കൂട്ടി ഇവിടെ വരണം കേട്ടോ. എന്തായാലും മക്കൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഇഷ്ടാവും. അത്രയും കളിക്കാനുള്ളത് കൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് നമുക്ക് എന്താ പറയാ, വലിയ ആൾക്കാർക്കായാലും കുട്ടികൾക്കായാലും രണ്ടാൾക്കും ബോറടിക്കാത്ത സ്ഥലമാണ്. ഞാൻ ഈ വീഡിയോ ഇട്ടതിന് ശേഷം ഇവിടെ പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യാൻ ആരും മറക്കരുതേ. അങ്ങനെ ഞങ്ങൾ നേരെ ഇവിടേക്കാണ് കേട്ടോ വന്നത്. ഐസ്ക്രീം ഒക്കെ കഴിച്ച് ഒന്ന് ചില്ലായിട്ട് വേഗം പൂളിലേക്ക് ഇറങ്ങാന്ന് വിചാരിച്ച്. പിന്നെ ഇത് DJ റൂമാണ് കേട്ടോ. നമ്മൾ പൂളിൽ ഇറങ്ങി കളിച്ചു കഴിഞ്ഞിട്ട് ചെറിയ മക്കൾക്കൊക്കെ പിന്നെ DJ റൂം കയറിയിട്ട് നല്ലോണം ഡാൻസ് ഒക്കെ കളിച്ച് എൻജോയ് ചെയ്യാം കേട്ടോ. ഇതാണ് നമ്മളെ പൂള് വരുന്നത് കേട്ടോ. ഇതാണ് കുട്ടികളുടെ സെക്ഷൻ, അപ്പുറത്താണ് വലിയ ആൾക്കാരുടെ സെക്ഷൻ വരുന്നത്. തനൂട്ടിക്ക് പിന്നെ വെള്ളത്തിനോടൊന്നും വലിയ പേടിയില്ലാത്തതുകൊണ്ട് ഓള് നന്നായിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ. മോനും മോളത്തിന് ചെറിയ പേടിയുണ്ടായിരുന്നു ഇറങ്ങിയ സമയത്ത്. അപ്പോൾ ഒരപ്പം മാറി നിന്ന് കളിക്കുകയാണ് കേട്ടോ. ഞാൻ പിന്നെ കുറേ സമയം തനുമോളെ കൂടെ തന്നെ കളിച്ചു. എനിക്ക് വലിയ നീന്തൽ വശമില്ലാത്തതുകൊണ്ട് വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ, അഥവാ എങ്ങാനും ഇനി മുങ്ങി പോയാലോ അല്ലേ. ഇതാണ് പിന്നെ ഗായ്സ് നമ്മളെ ഊഞ്ഞാല. സംഭവമൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് കാട്ടിലേക്ക് അങ്ങോട്ട് ആടാം. പക്ഷെ വീണിട്ടുണ്ടെങ്കിൽ നമ്മളെ പെറുക്കി എടുക്കേണ്ടി വരുന്നില്ലേ. എനിക്ക് തരട്ടോ ചെറുട്ടാ. അടുത്തില്ല. ഇനിയിപ്പോ പിന്നെ എടുക്കാം. അങ്ങനെ നമ്മള് ടൈം ഏകദേശം കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഞങ്ങൾ മെല്ലെ പൂളിൽ നിന്നൊക്കെ കയറി കുട്ടികളെയും ഞങ്ങളൊക്കെ ഡ്രസ്സൊക്കെ മാറി. അത് കഴിഞ്ഞപ്പോഴേക്ക് തനുമോക്ക് ഈ ജീപ്പിൽ 2 റൗണ്ട് അടിക്കണം എന്ന് പറയാം. അങ്ങനെ ടോക്കൺ എടുത്ത് ഇതിൽ കയറി തനുമോള് കുറെ ഇതിൽ ചുറ്റി കറങ്ങി വന്ന്
50 രൂപയാണ് കേട്ടോ ഇതിൽ ടോക്കൺ വരുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾ നല്ല വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കുറേ നേരം വെള്ളത്തിൽ കളിച്ചുകൊണ്ടാണോ എന്ന് അറിയില്ല. നല്ല വിശക്കാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു പോകുമ്പോൾ ഫുഡൊക്കെ കഴിക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾ മെല്ലെ ഇവിടുന്ന് ഇറങ്ങാനുള്ള പരിപാടിയാണ്. അതൊക്കെ കഴിഞ്ഞ് നേരെ ഞങ്ങൾ ബാഗൊക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴുണ്ട് ട്രെയിനും പിന്നെ ഈ തോണിയും ഒക്കെ കണ്ടത്. അപ്പോൾ മോളൂസിന് അതിൽ കയറണം എന്ന് പറഞ്ഞു. മോളും മോനും ഏട്ടനും ഈ ട്രെയിനിൽ കയറിയിട്ടോ. പിന്നെ തനുമോക്ക് ഇതിനോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. ഓള് മറ്റേ ചാടി കളിക്കണം എന്ന് പറഞ്ഞിട്ട് രാവിലേട്ടനെ പിടിച്ച് വലിച്ചു കൊണ്ടുപോയി താഴത്തേക്ക് പിന്നെയും പോയിട്ടോ. പിന്നെ ഈ തോണിയിൽ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ആർക്കും ഇല്ല കേട്ടോ. കാരണം നമ്മളിവിടെ ചന്തയ്ക്കൊക്കെ പോകുന്ന നേരത്ത് തോണിയിലൊക്കെ കയറിയതാണ്. അതുകൊണ്ട് പിന്നെ അതിനൊന്നും വലിയ താല്പര്യം ആർക്കും ഇല്ല. ഇവര് രണ്ടാളും താഴോട്ട് പോവാന്ന് പറഞ്ഞപ്പോൾ ഞാനും പുറകെ പോയിട്ടോ. കുറച്ച് ഊഞ്ഞാലൊക്കെ ആടാലോ. ആടടാ ഓ കുട്ടാ, സ്പീഡിലാട് ആട്. ആ പോരട്ടെ, ആ പോരട്ടെ. ഇവിടെ വലിയ കപ്പലൊക്കെ ഉണ്ട് കേട്ടോ. ശരിക്കും അതിന്റെ മുകളിൽ കയറി ഒരു ഷോർട്സ് ഒക്കെ എടുക്കായിരുന്നു, മറ്റേ ജാക്കും റോസൊക്കെ ആയിട്ട് മ്യൂസിക് ഒക്കെ ഇട്ടിട്ട്. പക്ഷെ ഒന്നിനും ടൈം കിട്ടിയില്ല. പിന്നെ കുറച്ച് ലേറ്റ് ആയി, ഒന്ന് ഇരുട്ടായി തുടങ്ങിയപ്പോൾ ഞങ്ങൾ പിന്നെ വേഗം ഇറങ്ങാന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ കളിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇറങ്ങി. അപ്പം അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ടാറ്റാ.